Hello, Assalamu alaikum. Welcome back to Minuzworld. ഇന്ന് ഞങ്ങൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങൾ വളരെ അവിചാരിതമായിട്ട് പോയ ടെന്നീസിനെ കുറിച്ചാണ് കേട്ടോ. ടെന്നീസിനെ കുറിച്ച് വലിയ വിവരമൊന്നും ഇല്ലെങ്കിലും ടെന്നീസൊക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഖത്തറിൽ വെച്ചിട്ടായിരുന്നു വുമൻസ് ഫെഡറേഷൻ്റെ ടെന്നീസ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ടിക്കറ്റ്, വേൾഡ് കപ്പിനെ പോലെ തന്നെ. അപ്പോൾ അവിടെ ചെന്നപ്പോഴുള്ള വിശേഷങ്ങളാണ്. അവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫുഡും പതിവ് പോലെ ഫുഡൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ചെക്കിംഗ് കൗണ്ടറിലാണ് കേട്ടോ. ഇതുപോലെ തന്നെ വേൾഡ് കപ്പിനെ പോലെ തന്നെ ഇവിടെ ചെക്കിങ്ങൊക്കെ ഉണ്ട്. അപ്പം എക്സ്റേ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റി വിടുന്നത് തന്നെ. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പോണ വഴിയിലൊക്കെ ഇതാ ഓരോ ഇയറിൽ വിന്നേഴ്സായിട്ടുള്ള ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോകേണ്ടത് ഇവിടെ പല മാച്ചുകളും നടക്കുന്നുണ്ട്. മാച്ച് കോർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കോർട്ടുകൾ നടക്കുന്നുണ്ട്. ഞങ്ങൾ കുറേ നട്ടം തിരിഞ്ഞാണ് ഞങ്ങളെ സീറ്റിലേക്ക് എത്തിപ്പെട്ടത്. പോണ വഴിക്ക് കണ്ടോ, ഇതാ ഈ ഒരു ഭീമാകാരമായ രണ്ട് മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അവർ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ കുറച്ച് പണിപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ സ്ഥലം ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ. ഓരോ സെക്യൂരിറ്റി അവിടെയാണ് അറിയുമ്പോൾ കുറേ ഇവിടെയാണ് അറിയും, കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്താണ് പറയും. കാരണം ഒരുപാട് സ്ഥലങ്ങളുള്ളതുകൊണ്ട് അങ്ങനെ എന്തായാലും നമ്മളെ സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. നമ്മൾ എത്തിയ സമയത്ത് ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. Please welcome the players for today's next match. Here at Doha for the first time last night, she defeated 2019 champion Lisa Martins to reach tonight's round of 16. From the United States, 2022 Australian Open finalist, Danielle Collins. നമുക്ക് കളി ആർതാന്നൊന്നും അറിഞ്ഞിട്ടല്ല കേട്ടോ നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലക്ക് എന്ന് തന്നെ പറയാം കേട്ടോ. നമ്പർ 1 പ്ലെയറായ, റാങ്കിങ്ങിൽ ഫസ്റ്റ് റാങ്ക് ആയ പോളണ്ടിൻ്റെ പ്ലെയറായ ഇഗ സീതകിൻ്റെ കളിയാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്നത് US-ൻ്റെ ഡാനിയൽ കൊളിൻസ്. പേര് അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. സംഭവം എന്നാൽ നല്ല അടിപൊളി കളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അത് നമുക്ക് അറിയില്ലായിരുന്നു. മക്കളൊക്കെ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ സൗണ്ട് കേൾപ്പി. പിന്നെ ഈ കളി തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു കളിയുടെ സൗണ്ട് മാത്രമാണ് കേൾക്കാൻ പറ്റുക. ഇവിടെ ഓരോ ഹൃദയമിടിപ്പും കേൾക്കാൻ തന്നെ പറയാം കേട്ടോ. അത്രയ്ക്ക് സൈലൻസ് ആണ്. അതുപോലെ അവിടെ കീപ്പ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് പിടിച്ചിട്ടിരിക്കുന്ന ആൾ പോലും മിണ്ടുന്നില്ല. അത് ബോർഡ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ സൗണ്ട് എങ്ങാനും അധികമായി കഴിഞ്ഞാൽ ഇവരിത് പൊന്തിച്ചിങ്ങനെ കാണിക്കും. അപ്പോൾ പിന്നെ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. അങ്ങനെ ഓരോ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് ഇരുന്ന് കളി കണ്ടതാണ് കേട്ടോ. പിന്നെ ഇവർ ഷോട്ട് അടിക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ പ്രോത്സാഹിപ്പിക്കാം, ക്ലാപ്പ് ചെയ്യാം, അവരുടെ പേരൊക്കെ വിളിക്കാം. പക്ഷെ അല്ലാത്ത സമയത്ത് നമ്മൾ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. അങ്ങനെ എന്തായാലും ശ്വാസം അടക്കി പിടിച്ചിരുന്ന് ടെന്നീസ് കണ്ട ആൾക്കാർ ഞങ്ങൾ മാത്രമേ ആയിരിക്കും കേട്ടോ. കാരണം അത്യാവശ്യം ഇൻട്രസ്റ്റ് ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്നതൊക്കെ. ഞങ്ങൾ വെറുതെ കാണാമല്ലോ എന്ന് വിചാരിച്ച് വന്നിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. എന്തായാലും കളിയൊക്കെ സൂപ്പറായിരുന്നു. എല്ലാവരും നല്ല ക്ലാപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടു തുടങ്ങിയപ്പോൾ പിന്നെ നമുക്കും ഇൻട്രസ്റ്റ് ആയിട്ടോ. പിന്നെ ഓപ്പൺ സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമ്മളുടെ പോളണ്ടിൻ്റെ താരം തന്നെയാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ കൈയെടുത്ത് മടങ്ങി. അപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ജയ ആവട്ടെ നമ്പർ 1 ജയം തന്നെ പറയാം കേട്ടോ. വളരെ ഏകപക്ഷീയമായ ഒരു ജയം തന്നെയായിരുന്നു ആൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്.
പിന്നെ അവിടെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതുവരെയുള്ള സമാധാന പ്രിയരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗണ്ടൊക്കെ ഉണ്ടാക്കാം. അത് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതും കൂടെ കുറച്ച് നേരം ഒന്ന് കണ്ടു. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ സൈലൻ്റ് ആയിട്ട് ഇരുന്നപ്പോഴേ അതിൻ്റെ ഇടയ്ക്ക് ചിയർ ഗേൾസും ചിയർ ബോയ്സൊക്കെ വന്നിട്ട് ഭയങ്കര ക്ലാപ്പും കാര്യങ്ങളും. പിന്നെ അവർ ഓരോരുത്തർക്കും ഇങ്ങനെ കുറച്ച് ബോൾസൊക്കെ കൊടുത്തിട്ട് നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് ഇങ്ങനെ എറിയും. അത് കിട്ടുന്നവർക്ക് കിട്ടും. അതാണ് അതിൻ്റെ ഒരു ലക്ക്. കാണികൾക്ക് എന്തായാലും വരുന്നവർക്ക് ലെക്കിന് ഒക്കെ കിട്ടും കേട്ടോ. ബോൾസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്കൊന്നും കിട്ടിയില്ല. അപ്പോഴേക്കും അടുത്ത മാച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാ കരോലിന ഗർഷി, പിന്നെ വേറെ എന്തൊരു പേരാണ്, അതെനിക്ക് പേര് കിട്ടുന്നില്ല. സംഭവം അത് സൂപ്പർ കളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറേ സമയം കളിച്ചുകൊണ്ടിരുന്നപ്പോഴേ കളി കണ്ടുകൊണ്ടിരുന്നപ്പോൾ പിന്നെ നമ്മൾ മക്കളൊക്കെ ബോറടിച്ച്. കാരണം ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലേ. ഒരു ആക്ടിവിറ്റി ചെയ്യാനും പറ്റില്ല, അനങ്ങാൻ പറ്റില്ല, സീറ്റിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, ഒന്നിനും പറ്റൂലായിരുന്നു. സിരിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അവിടെ നിന്ന് കീപ്പ് ക്വയറ്റ് എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങൾ മെല്ലെ സ്കൂട്ടായി പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റും ഉണ്ട്, നല്ല തണുപ്പുണ്ട്. സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു തന്നെ. നമ്മളീ നടക്കുന്ന സ്ട്രീറ്റിലൊക്കെ ഇതാ ടെന്നീസ് ചാമ്പ്യന്മാരുടെ ഫോട്ടോസും അവരുടെ വിജയിച്ചിട്ടുള്ള ഇയേഴ്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഫ്ലക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫോട്ടോസ് തൂക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഓരോ ഫോട്ടോ സെഷന് വേണ്ടിയിട്ടുള്ള സ്പേസൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കിഡ്സ് സോണ് പോവുകയാണെങ്കിൽ ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. അധികമായിട്ടും ഈ ഒരു ടെന്നീസിൻ്റെ VR ചലഞ്ച് അങ്ങനെ ചലഞ്ചുകളായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നത്. നമ്മൾ കുറച്ച് നേരം വൈകിട്ട് അവിടെ നിന്ന് ഇറങ്ങിയതുകൊണ്ട് കുറേ ഗെയിംസൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷെ എന്നാലും ഉള്ള ഗെയിംസിലൊക്കെ നമ്മൾ കയറിയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത്. ഷാമോന് പിന്നെ ഇത് ചെയ്യാൻ പറ്റാത്തതുണ്ട്. മകനവിടെ റെസ്റ്റ് എടുത്തു. അപ്പോൾ പിന്നെ അപ്പുറത്തൊരു ചെറിയൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കയറി. പക്ഷെ ആൾക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് കളിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഒരുവിധമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കിഡ്സ് സോണിൻ്റെ വലിയൊരു ഏരിയ കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ നല്ല പ്ലേ ഏരിയ എന്ന് തന്നെ പറയാം കേട്ടോ. അടിപൊളി കുറേ ഗെയിംസ് ഉണ്ട്. ഇത് നമ്മളെ പവർ നോക്കുന്നതാണ് കേട്ടോ. ആദ്യമൊന്നും ശരിക്കും അനക്കാൻ വയ്യ, പക്ഷെ എന്നാലും ആദ്യം പോയി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട് ആ സംഭവം. ഷാമോന് ജസ്റ്റ് പോയി ടച്ച് ചെയ്ത് നോക്കി, പക്ഷെ അവൻ അനക്കാൻ പറ്റില്ല. മനസ്സിലായപ്പോൾ വേഗം ഇതാക്കി. ഇത് പിന്നെ കാക്കു അടിച്ചതാണ് കേട്ടോ. കാക്കു അടിച്ചത് ആദ്യത്തേത് 565 വന്നു. പിന്നെ ഇത് ഓൾമോസ്റ്റ് ആ ഒരു ലെവൽ തന്നെ 460 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോ മക്കൾക്ക് ചെറിയ ചെറിയ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. പിന്നെ നടന്ന് വന്നൊരു സമയമായതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ച് തണുപ്പ് കാരണം പുറത്തേക്ക് ഇറങ്ങാതിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ പനിയും ചുമയൊക്കെ ആയിരുന്നു എല്ലാവർക്കും. അപ്പോൾ അതിൻ്റെ ഒരു കഴിഞ്ഞിട്ടുള്ളൊരു റിലാക്സിന് വേണ്ടിയിട്ട് പോയി എന്ന് തന്നെ പറയാം. പക്ഷെ രസമായിരുന്നു. എല്ലാ കുട്ടികളും ഉണ്ടായിരുന്നു. കുറച്ച് ടെന്നീസ് കണ്ടിട്ട് പിന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങി. അത്യാവശ്യം ഗെയിംസും കാര്യങ്ങളുള്ളതുകൊണ്ട് ഇവർ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മൾ വീണ്ടും പോയി. അതാണ് പറയുന്നത്. അടുത്ത ദിവസം നമ്മൾ വീണ്ടും പോയത് ഒരു അടിപൊളി കളി എന്ന് തന്നെ പറയാം കേട്ടോ. ഒരിക്കലും ജീവിതത്തിൽ, കാരണം സാധാരണ അരമണിക്കൂർ കൊണ്ട് അവസാനിക്കേണ്ട ഒരു കളി അന്ന് അവസാനിച്ചത് ഒരു 9:30 തുടങ്ങിയിട്ട് 12:30 വരെ നമ്മളെ കളി കണ്ടിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ നമ്മളെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇതുപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കുട്ടികളെ എൻകറേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവരെന്നെ പാട്ടും പാടി ഡാൻസൊക്കെ കൊട്ടി ഡ്രംസൊക്കെ കൊട്ടി ഡാൻസൊക്കെ കളിച്ചിങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കിഡ്സിനെ ഒരു എൻജോയ്മെൻറ്റ് അത്രയാണ് ഉദ്ദേശിക്കുന്നത്. അതിശാമോനൊക്കെ അവരുടെ അടിയിലൊക്കെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഇങ്ങനത്തതൊന്നും ഇവർ അധികം കാണുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തോന്നി. ഫോട്ടോസിനൊക്കെ അവർ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ഭയങ്കര ഇതായിരുന്നു, ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടെന്നീസ് കോർട്ട് കണ്ടപ്പോൾ അവിടെ പോയി ആദ്യം ജസ്റ്റ് ഒന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തണുപ്പായതുകൊണ്ട് തന്നെ വല്ലാതെ അങ്ങോട്ട് നിൽക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ ചുമയും ഇതൊക്കെ ആയതുകൊണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് തന്നെ നല്ല ഫുഡ് കോർട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നല്ല പ്രൈസും ഉണ്ട്.
പിന്നെ അവിടെ നിന്ന് വന്നപ്പോഴാണ് ഇവിടെ ഒരു ഫോട്ടോ ചലഞ്ച് കണ്ടത് കേട്ടോ. അത് 3D ആണ്. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഇങ്ങനെ ചാടി കഴിഞ്ഞാൽ ഇതുപോലെ ഫോട്ടോസ് ഉണ്ടാവും. അപ്പോൾ ഹാദിനെ ഷാമിനെ നിർത്തി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടോ, നല്ല രസമായിട്ടുണ്ടായിരുന്നു, അവർ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത മാച്ചിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ പോയി കണ്ടു. അതൊരു 1.5 കളിന്ന് ഞാൻ പറഞ്ഞില്ലേ, 12:30 വരെ ഇരുന്ന് കണ്ട കളിയാണ് കേട്ടോ അത്. കാരണം രണ്ടുപേരും ഒന്നിനൊന്ന് കളി എന്ന് തന്നെ പറയുക, ആരും തോറ്റു കൊടുക്കണില്ല, അങ്ങനത്തെ ഒരു കളിയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ 3 മണിക്കൂർ അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്ത് പോന്നു. അങ്ങനെ ഞങ്ങൾ എന്തായാലും 3 മണിക്കൂറൊക്കെ ഇരുന്ന് ടെന്നീസ് കണ്ടതുകൊണ്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ അത്ര നേരം ഇരിക്കേണ്ടി വരുമെന്ന് വിചാരിച്ചതല്ല. അപ്പോഴേക്കും മക്കളൊക്കെ വിശന്നു, എല്ലാവരും വിശന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെന്താ ലംസാനിയയിൽ പോയിട്ട് നല്ല ചൂട് ചിക്കൻ സ്റ്റിക്ക്, നമ്മുടെ കബാബ് ഉണ്ടല്ലോ, അത് ചൂട് മട്ടണും ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ കൂടെ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വിശപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നല്ല ചൂടിലും പിന്നെ നല്ല തണുപ്പും പിന്നെ കൂടുതലൊരു സുലൈമാനിയും കൂടി ആയപ്പോൾ ഉണ്ടല്ലോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. നല്ല രസമായിരുന്നു ഫുഡൊക്കെ, ഞാനങ്ങോട്ട് ഇറങ്ങിപ്പോയി എന്ന് തന്നെ പറയാം. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ ടെന്നീസ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് മിനുസ് വേൾഡ്. അസ്സലാമു അലൈക്കും.